ഹലോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ഇട്ടേക്കുവാണ്. ഇത് ലോങ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അധികം ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ നാൾക്ക് ശേഷം ഇടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ലോങ് വീഡിയോസ് ഇടുമായിരുന്നു. ഇപ്പോൾ മൊത്തം ഈ ഷോർട്സിൽ പിടിച്ച് കയറിയത് കൊണ്ട് അധികം വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഫ്ലോ ഒക്കെ പോയി. ഇനിയിപ്പോൾ ഇടണമെന്നൊക്കെ ഉണ്ട്. വീട്ടിലെ കാര്യങ്ങളും കൊച്ചിൻ്റെ കാര്യവും എല്ലാം കൂടെ ആകുമ്പോൾ അതിനുള്ള സമയവും കിട്ടാറില്ല കേട്ടോ. ഇന്നെന്തോ രണ്ടും കൽപ്പിച്ചെടുക്കാൻ തോന്നി കേട്ടോ. ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങിയത്. നല്ല നല്ല ക്ലൈമറ്റും ചെറിയ വെയിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല മഴക്കാറും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന്. ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഇതുവരെയൊന്നും പെയ്തിട്ടുമില്ല. നല്ല രീതിയിൽ ഉണക്കത്തിൽ നിൽക്കുകയാണ് കേട്ടോ എല്ലാ സ്ഥലങ്ങളും. 1-2 മഴ ഒന്ന് നന്നായിട്ട് കിട്ടുവാണെങ്കിൽ ഈ ഒരു ഉണങ്ങലും കാര്യങ്ങളൊക്കെ ഒന്ന് പോവേ കേട്ടോ. രാവിലെ ഈ ഒരു സമയത്ത് അധികം വണ്ടി വാഹനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ പുറത്ത് കൂടെയൊക്കെ നടക്കാൻ വേണ്ടി പ്രത്യേക രസമാണ്. അധികം വെയിലും ഇല്ലല്ലോ. നിറച്ച് കിളികളുടെ സൗണ്ടും നല്ല രസമാണ് കേട്ടോ. ഞാൻ പിന്നെ സൗണ്ടൊക്കെ മ്യൂട്ട് ചെയ്തേക്കുകയാണ്. കൊച്ചിനാണെങ്കിലും ഇതുപോലെ റോട്ടിൽ കൂടെ നടക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ അതാ അമ്മച്ചി മുറ്റത്ത് നിന്ന് വിറകൊക്കെ പിറക്കുമായിരുന്നു. അമ്മച്ചിയുടെ പൂച്ചയും കോഴിയും എല്ലാം അതാ ചുറ്റിനുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല സ്നേഹമാണ്. പൂച്ചയാണെങ്കിൽ മുട്ടി ഉരുമ്മി അമ്മച്ചീനെ കണ്ടാൽ പിന്നാലെ നടക്കുവേ. കോഴിയാണെങ്കിൽ ഇച്ചിരി പെശകാണ്, പൂവന്മാരാണ്. ഇത് പണിക്കാരെ കൊണ്ടുപോകുന്ന ജീപ്പാണ് കേട്ടോ. നമ്മുടെ അങ്ങോട്ടേക്കൊക്കെ വലിയ വലിയ എസ്റ്റേറ്റ് പറമ്പുകളൊക്കെയാണ്. അപ്പോൾ അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിക്ക് ആൾക്കാരുണ്ടാവാറുണ്ട്. ബംഗാളികളായിട്ടും അല്ലാതെ സാധാ മലയാളീസും അങ്ങനെ കുറേ ആൾക്കാർ എന്നും ഡെയിലി പണിക്കായിട്ട് ഇങ്ങനെ പോകാറുണ്ട് കേട്ടോ. എന്നും രാവിലെ എഴുന്നേറ്റ പല്ല് തേപ്പും കാപ്പിയൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മിറ്റോടി തന്നെയാണ് കേട്ടോ. നല്ല പൊടിയാണ്. 1-2 മഴ കിട്ടുവാണെങ്കിൽ ഇതിനെല്ലാം ഒരാക്കണ്ടായേനെ. പിന്നെ ഈ ചെടീൻ്റെ ഇടയിൽ കൂടെ കിടന്ന് മുറ്റം അടിക്കാനും എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഈ മാസം മാറിൻ്റെയൊക്കെ ഇടയ്ക്ക് കൂടെ ചൂലിട്ടിങ്ങനെ കിള്ളുമ്പോഴേ അതൊക്കെ ഒടിഞ്ഞു പോകാൻ നല്ല ചാൻസാണ്. എപ്പോഴും ഒടിഞ്ഞു പോകാറുണ്ട്. രാവിലെ അച്ഛനും അമ്മയും എല്ലാവരും ജോലിക്കൊക്കെ പോയി. ഞാനും മോനുമാണ് കേട്ടോ. ജോലിക്കൊക്കെ പോയാലും അവരിതാ തൊട്ടപ്പുറത്ത് തന്നെ വിളിച്ചാൽ വെളിപ്പുറത്താണ്. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് വിളിച്ചാൽ മതി. അപ്പോഴത്തേക്കും അവർക്ക് വരാൻ പറ്റുന്ന ദൂരേ ഉള്ളൂ. ഞാനിവിടെ തൂത്ത് വരുമ്പോൾ ഇവിടെ ഒരാൾ ചെറിയ ചെറിയ കുസൃതിയും കുരുത്തക്കേടും ഒക്കെ കാണിക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ കണ്ണ് ചെന്നില്ലെങ്കിൽ ഭയങ്കര പാടാണ്. ചെറിയ പ്രായവും കൂടെ ആയതുകൊണ്ടേ. അതുകൊണ്ട് എൻ്റെ 2 കണ്ണും എപ്പോഴും അവൻ്റെ പിന്നാലെയാണ് കേട്ടോ. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് നടക്കണമല്ലോ. എപ്പോഴാണ് എന്താ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റത്തില്ലോ. കുഞ്ഞു പിള്ളേരല്ലേ. അതുകൊണ്ട് 24 മണിക്കൂറും അവൻ്റെ പിന്നാലെ തന്നെയാണ് കൂടുതൽ സമയവും ഞാൻ സ്പെൻഡ് ചെയ്യാറ്. പിന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയേക്കുമല്ലേ. എക്സാമും കഴിഞ്ഞു. ഫ്രീ എന്ന് പറയാൻ പറ്റത്തില്ല. 1-2 അല്ലാത്ത കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ വഴിയേ പറയാം. മുറ്റമടിക്കാൻ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വീടിൻ്റെ 4 വശങ്ങളും കൂടെ ചേരുമ്പോൾ അത്യാവശ്യം നല്ല സമയമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ പൂഴുമണ്ണും കൂടെ വരുമ്പോഴേ ഭയങ്കര പാടാണ് അടിക്കാൻ. മഴ കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്നും ഇപ്പോൾ ചെടിക്ക് നനച്ചു കൊടുക്കാറുണ്ട്. രാവിലെയും വൈകിട്ടും ചിലപ്പോൾ നനച്ചു കൊടുക്കാറുണ്ട്, നല്ല ഉണക്കമൊക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ മിക്കപ്പോഴും വൈകുന്നേരമാണേ ഒഴിക്കാറ്. പിന്നെ എന്ത് വരൾച്ചയാണെങ്കിലും നമ്മുടെ വീട്ടിൽ പൂക്കളില്ലാത്ത ദിവസങ്ങളില്ല കേട്ടോ. നിറച്ചിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഒന്നാമത് നമ്മുടെ മണ്ണിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതുപോലെ പൂക്കളൊക്കെ പിടിച്ച് നിൽക്കാൻ കാരണേ. പിന്നെ ചെടികൾ മാത്രമല്ല കേട്ടോ. ഇവിടെ പച്ചക്കറിയൊക്കെ ആണെങ്കിലും വെറുതെ നട്ട വളങ്ങളൊന്നും കൊടുക്കാതെ തന്നെ നട്ടിട്ടുണ്ടെങ്കിലും നന്നായിട്ട് പിടിച്ചോളുവേ. നല്ല വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ ഈ നാട്ടിൽ. എത്ര പൊരി വെയിലാണെങ്കിലും നമ്മുടെ മുറ്റത്തേക്ക് വെയിൽ വരണമെങ്കിൽ ഒരു 1 മണിയൊക്കെ ആവും കേട്ടോ ശരിക്ക്. അപ്പോൾ അതുവരെ നമുക്ക് മുറ്റത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാവേ. എനിക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാനാണ് കേട്ടോ ഇഷ്ടം, പ്രൊഡക്റ്റീവായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഓരോരോ ചിന്തകളൊക്കെ കയറും, മൈൻഡ് ആകെ അപ്സെറ്റ് ആവും. അതുകൊണ്ട് ഞാൻ മാക്സിമം എന്തെങ്കിലുമൊക്കെ ജോലിയായിട്ട് ഇങ്ങനെ നടക്കലാണ് കേട്ടോ പതിവ്. വൈകുന്നേരം അമ്മയച്ഛനും വരുന്നവരെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ സിനിമ കാണുക എന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പുറത്ത് പോയൊക്കെ സിനിമ കാണുവാണെങ്കിൽ ഞാനങ്ങനെ ഇരിക്കാറുള്ളേ. അതില്ലാതെ ഇങ്ങനെ ഫോണിലൊക്കെ കാണുക എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അല്ലാതെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്ത് നടക്കലാണ് പതിവ്. അപ്പോൾ ഇന്ന് രാവിലെ കാപ്പിക്ക് പുട്ടായിരുന്നു കേട്ടോ. ഇവിടെ പുട്ട് 2-3 ദിവസം അടുപ്പിച്ചായിട്ടുണ്ടെങ്കിൽ കൊച്ചിന് ഭയങ്കര മടിയാണേ കഴിക്കാൻ. കൂടെ റോബസ്റ്റാ പഴമാണ്. എന്ത് ബ്രേക്ക്ഫാസ്റ്റും അല്ലെങ്കിൽ എന്ത് ലഞ്ചാണെങ്കിലും അവൻ കഴിച്ചോളും കേട്ടോ. ഒരു കുഴപ്പമില്ല. അവന് വേണ്ടിയിട്ടും കൂടെ ഇച്ചിരി എരിവ് കുറച്ചാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാറ്. അങ്ങനെ ഇന്നത് കഴിക്കുകയുള്ളൂ, ഇന്നത് കഴിക്കില്ല, അങ്ങനത്തെ ഒരു വാശിയൊന്നുമില്ല. മിടുക്കനവൻ. പിന്നെ കുറച്ച് കുസൃതിയൊക്കെ ഉണ്ട്. അത് ഈ പ്രായത്തിൻ്റെയാണ് കേട്ടോ. പിരിവിരിപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ പുട്ടും പഴവും ഞാനിങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ എപ്പോഴും നഴ്സറിയിൽ പോകണം, ഫ്രണ്ട്സ് വേണം, അങ്ങനത്തെയൊക്കെ വർത്താനാണ് എപ്പോഴും. ഇനിയിപ്പോൾ പോകാൻ വിടുമ്പോഴാവും ശരിക്കുള്ള സ്വഭാവം നമ്മൾ അറിയാൻ പോണത്. കരച്ചിലും ബഹളമൊക്കെ ആയിട്ട്. എന്തായാലും 3 വയസ്സാവാത്തത് കൊണ്ടാണ് നമ്മൾ ഇതുവരെ നഴ്സറിയിലൊന്നും വിടാത്തത്. ഇനിയിപ്പോൾ 3 വയസ്സ് കഴിഞ്ഞിട്ട് വേണം അവനെ നഴ്സറിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. നഴ്സറിയിലല്ല, പ്ലേ സ്കൂളിൽ എവിടെയെങ്കിലും ചേർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടും മാറുമല്ലോ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്യുമ്പോൾ അവനും മടുപ്പൊന്നും ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ ഭയങ്കര മടുപ്പാണ്.
ഇന്നലെ അമ്മ കുറച്ച് കൈക്കൽ തുണികളൊക്കെ അലക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇന്നലെ ആ കാര്യം വിട്ടുപോയായിരുന്നേ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് എല്ലാം ഒന്ന് സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ. ആഴ്ചയിലൊന്ന് കഴുകിയില്ലെങ്കിൽ ആകെ മുഷിഞ്ഞ് കിടക്കുവേ. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് സോപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ലതായിട്ട് കരിയും ചെളിയും എല്ലാം ഉണ്ടിട്ട്. നമ്മൾ ഈ പുറത്തെ അടുപ്പൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നന്നായിട്ട് കരിയും ചെളിയുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ഈ നോക്കണത് മോനെന്ത് ചെയ്യാന്നാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഈ മഞ്ഞക്കൊങ്ങണി ഉണ്ടല്ലോ, അതിൻ്റെ വേറൊരു കമ്പ് നട്ടിട്ടുണ്ട്. ഇതൊരു ഉഷാറില്ലാത്ത രീതിയിലാണ് വളരുന്നത്. എന്നാൽ പൂവുണ്ടോയെന്ന് ചോദിച്ചാൽ പൂവുണ്ട്. പക്ഷെ ഒരു ഉഷാറ് കുറവായതുകൊണ്ട് നമ്മൾ അതിന് ഒരു കമ്പ് വെട്ടിയിട്ട് വേറെ നട്ടിട്ടുണ്ട്, നല്ലതായിട്ട് വളരാൻ വേണ്ടിയിട്ട്, വളമൊക്കെ കൊടുത്ത് വളർത്താൻ വേണ്ടിയിട്ടേ. വളമെന്ന് പറയുമ്പോൾ നമ്മൾ കാര്യമായിട്ട് വളമൊന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ കമൻസിലൊക്കെ ഞാൻ കാണാറുണ്ട് ഓരോ ആൾക്കാർ ചോദിക്കുന്നത്. നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റ്, ഉള്ളിത്തോലും, മുട്ടയുടെ തൊണ്ടും, പിന്നെ കഞ്ഞിവെള്ളം ഡൈല്യൂട്ട് ചെയ്ത് അതൊക്കെയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കാറ് ചെടിക്കൊക്കെ. പിന്നെ ഏറ്റവും അവസാനം അലക്കിയ വെള്ളം ഉണ്ടാവുമല്ലോ, സോപ്പിൻ്റെ പൊടി അധികം ആകാത്ത അങ്ങനത്തെ വെള്ളവും ഞാൻ ഒഴിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഈ നല്ല ചെടികൾക്കൊന്നും ഒഴിക്കാറില്ല. നമ്മളൊരു സംശയത്തിൻ്റെ പുറത്താണല്ലോ ഒഴിക്കാറ്. അതുകൊണ്ട് നല്ല ചെടികൾക്കൊന്നും അങ്ങനത്തെ വെള്ളം ഒഴിക്കാറില്ല. ആ അപ്പുറത്തെ സൈഡിൽ കണ്ട ആ ചെടികൾക്കൊക്കെ അതാണെങ്കിൽ വേറെ നിപ്പുണ്ട്, അതുകൊണ്ട് അതിനൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതാണെങ്കിൽ ഇന്നലെ അലക്കിയിട്ടുള്ള തുണികളാണ്. ഇന്നലെയും ഒരു മങ്ങിയ കാലാവസ്ഥ ആയതുകൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അതിനൊപ്പുറം നല്ല കാറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതെല്ലാം ഒന്ന് വെയിലത്തിട്ടേ. ഇന്നിപ്പോൾ അലക്കും പിറക്കൊന്നും ഇല്ല, വേറെ ഒന്നും ഇല്ല അലക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ വൈകുന്നേരം കുളി നനയൊക്കെ കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. അതിപ്പോൾ നാളെ അലക്കുള്ളൂ. ഇതിപ്പോൾ വൈകുന്നേരം എടുക്കുന്ന വീഡിയോ ആണ്, അമ്മയൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ മഴ ഇങ്ങനെ ചെറുതായിട്ട് പൊടിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ബോഗൺവില്ലയൊക്കെ നമുക്ക് സൈഡിലേക്ക് എടുത്ത് വെക്കാൻ, അധികം മഴ കൊള്ളാൻ പറ്റത്തില്ലോ ആ ചെടിക്ക്. പിന്നെ വിചാരിച്ചു ഒരു നല്ല മഴ കൊള്ളട്ടെ, എന്നിട്ട് നമുക്ക് മാറ്റാമെന്ന്. അങ്ങനെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് ചാറുന്നുണ്ട്. എന്താവും എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.